നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ, അതിൻ്റെ സുരക്ഷ നിലനിർത്തുക വേണ്ടിയിട്ട്, നമ്മുടെ ആകാശം നമ്മുടെ സ്വന്തമായിരിക്കാൻ വേണ്ടിയിട്ട് നിതാന്തമായിട്ട് പുലർത്തേണ്ട ചില ജാഗ്രതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഇതൊരു ഗെയിമാണ്, രാജ്യാന്തര ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ആ ഗെയിമിൽ പാലിക്കേണ്ട ചില ചില വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. ഗെയിം ചേഞ്ചറായിട്ട് മാറാവുന്ന സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെയും രഹസ്യങ്ങളിലേക്ക് ആഴത്തിൽ എത്തിയ ആൾക്ക് മാത്രമേ കഴിയൂ. അത്തരത്തിലൊരാളാണ് നമ്മുടെ റോയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയായിരുന്ന വിക്രം സൂദ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ പുസ്തകത്തിൽ നിന്ന് ദി ഗ്രേറ്റ് പവർ ഗെയിംസ് എന്ന് പറയുന്ന ഗെയിമാണിത്. അതാണ് ഗെയിമായിട്ട് തന്നെയാണ് അദ്ദേഹം ആ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം അടിവരയിടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റോബിൻ മാഷ് നമ്മളോട് വിശദീകരിക്കുന്നു. മാഷെ, ഈ റോയുടെ മുൻ മേധാവി വിക്രം സൂദ് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു സ്പൈ ആണ്, ഒരു സ്പൈ ആയിരുന്നു. ഇത് വ്ളാഡിമിർ പുടിനെ പോലെ KGB വർക്ക് ചെയ്യുന്ന ഒരു സ്പൈയെ പോലെ അദ്ദേഹം പിന്നീട് അതിന്റെ മേധാവിയായി വന്നപ്പം എങ്ങനെയാണ് ഈ ആഭ്യന്തര രഹസ്യങ്ങളിലേക്ക്, അന്താരാഷ്ട്ര രഹസ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഇതിനെ കാണണം. ദ ഗ്രേറ്റ് പവർ ഗെയിംസ്, വെസ്റ്റേൺ ഡിക്ലൈൻ ടു ഈസ്റ്റേൺ അസെന്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര്. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ NDTVക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ചില പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യ ആഗോള ഭൗമതന്ത്രപരമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം US ചൈനയും പാകിസ്ഥാനും അവരുടെയൊക്കെ കളികൾ അതിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, നമ്മളുടെ നില എന്തായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് കളിക്കേണ്ടത്, അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്, ഗ്രേറ്റ് പവർ ഗെയിംസ്. അതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഗെയിമിനെ കുറിച്ചാണ്. ആ ഗെയിം എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ താരിഫുകളെ കുറിച്ചും ട്രംപിന്റെ താരിഫിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്, ലോകം ഒരു വലിയ വഴിത്തിരിവിലാണ്. അപ്പോൾ ട്രംപിന്റെ വ്യാപാര താരിഫുകൾ യഥാർത്ഥത്തിൽ വ്യാപാര താരിഫുകളെ കുറിച്ചുള്ളതല്ല, ട്രേഡ് അല്ല ട്രേഡ് അല്ല അവരുടെ വിഷയം. അദ്ദേഹത്തിന്റെ വിഷയം ട്രേഡ് അല്ല, മറിച്ച് നിയന്ത്രണങ്ങളെ കുറിച്ചുള്ളതാണ്. പവർ ഗെയിം കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചെന്നുള്ളൂ, തന്ത്രമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 1-ാം നമ്പർ ആകാനുള്ള മറ്റൊരു മാർഗമാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ അത് പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല, അത് ഏറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. മോഡിയുടെ അടുത്തും ചെലവായില്ല, മറ്റു പലയിടത്തും അത് ചെലവായില്ല, ഏശിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചൈനക്കെതിരെ US ദുർബലമായ സ്ഥാനത്താണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് അദ്ദേഹം മറുപടി നൽകി. കഴിഞ്ഞ 60-80 വർഷങ്ങളിലെ US ചരിത്രം ചൈനക്കാർ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു, നിരീക്ഷിച്ചു വരികയാണ്. നോക്കൂ, കൊറിയയിൽ അവർക്ക് സമനില യുദ്ധത്തിൽ പാലിക്കേണ്ടി വന്നു, വിയറ്റ്നാമിൽ തോൽവി അടഞ്ഞു, അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും യുക്രൈനിലും പരാജയങ്ങൾ മാത്രം. അപ്പോൾ ഇതെല്ലാം അവരുടെ ബലഹീനതകളുടെ സൂചനകളായിട്ടാണ് കാണേണ്ടത്. സ്വന്തം സമ്പദ് വ്യവസ്ഥ അവരുടെ നല്ല നിലയ്ക്കല്ല ഇപ്പോൾ ഉള്ളത്, നല്ല സൂചനയുമല്ല. പകരം അതൊരു ചരക്ക് സേവന വ്യവസായം മാത്രമായി മാറിയിരിക്കുന്നു. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായി അത് നിലനിൽക്കുന്നില്ല. ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രമേ ഉള്ളൂ. മറ്റത് കുറഞ്ഞിരിക്കുന്നു എന്നാണ്. ഡോളർ ദുർബലമായി. അതേസമയത്ത് ട്രംപ് ഷീ ജിൻപിങ്ങിനെ കണ്ടപ്പോൾ, ആസിയാനിൽ വെച്ച് കണ്ടപ്പോൾ, ഷീ ഒരു പരിഗണന ട്രംപിന് നൽകുന്ന ഒരാളുടെ, മേൽക്കോയ്മയുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജിലാണ് കാണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം അത് വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഈ ദീർഘകാല ഗെയിമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, അമേരിക്ക ഒരു വിദൂര കാലത്തെ ഭീഷണിയാണെങ്കിൽ ചൈന ഇമ്മീഡിയറ്റ് ഭീഷണിയാണ്, ഉടൻ ഭീഷണിയാണെന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ നിലവിലെ അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രാധാന്യമുള്ള വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരുതരം നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് എപ്പോഴും നല്ല ബന്ധം ഉണ്ടായിരിക്കണം. പാകിസ്ഥാന്റെ കാര്യം പക്ഷേ അങ്ങനെയല്ല, അതൊരു ശല്യമാണ്. ആ വ്യക്തിക്ക് ഇപ്പോഴും നമുക്ക് പാകിസ്ഥാൻ ശല്യമാണ്, ആ വ്യക്തിക്ക് യഥാർത്ഥ ചൈനയ്ക്ക് നമുക്ക് ദോഷം ചെയ്യാൻ കഴിയും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് ചൈന. അയൽവക്കക്കാരനായിട്ട് ഉണ്ടാവുന്നൊക്കെ പറയുന്ന പോലെ, വിശ്വാസി പറയുന്ന പോലെയാണ്. ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ചൈനയും US-ഉമാണ്. പക്ഷെ നമ്മൾ US-നെ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനിയും ആഴത്തിൽ US-നെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഒരു ഹോഗമോൺ
ആകുന്നത് എങ്ങനെയാണ്, ഒരു മേധാവിത്വ ഹെഗമണി ആയിട്ടുള്ള ഹെഗമൺ എങ്ങനെയാണ് ആകാൻ പോകുന്നത്. വിവിധ അഭിപ്രായങ്ങളും ഭിന്നതകളും ഇഷ്ടപ്പെടുന്ന പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ, അങ്ങനത്തെ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു രാജ്യം അങ്ങനെ ഒരു മേധാവിത്വം നേടണം എന്നതിന് മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ദെങ് ഷിയാവോപിങ്ങിന്റെ, അതായത് ഷീ ജിൻപിങ്ങിന്റെ മുൻഗാമി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായോഗിക സോഷ്യലിസം ആ തത്വം പിന്തുടരാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും താഴ്ത്തി വെക്കുക, അധികം ലോ പ്രൊഫൈലിലേക്ക് പോവുക. നിങ്ങൾ ചെയ്യുക, ഒന്നിനെ കുറിച്ചും വെറുതെ ശബ്ദം ഉണ്ടാക്കരുത്, വിളിച്ചു പോകരുത്. അതെ, ആംഗലേയ സാഹിത്യകാരനായ ഷെൽഡൻ പറഞ്ഞ പോലെ സ്റ്റൂപ്പിംഗ്, അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിനിട്ട പേരാണ് സ്റ്റൂപ്പിംഗ് ടു കോൺകർ. ജയിക്കണമെങ്കിൽ നിങ്ങൾ അല്പം താഴ്ന്നു നിൽക്കണം, പതുങ്ങണം. അതെ, മറുപക്ഷത്തെ പാശ്ചാത്യ രാജ്യങ്ങളെ ഒരിക്കലും പരിഭ്രാന്തരാക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. ദീർഘകാല ഗെയിം കളിക്കുക. ഭാവിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുമിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് യെസ്, നിങ്ങൾ ദീർഘകാലം ഗെയിം കളിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫുട്ബോൾ മാച്ച് പോലെ, ഒരു മാച്ചാണ്, ശത്രുക്കളല്ല, ജയിക്കുക മാത്രമാണ്, ഗെയിമാണ്. പാകിസ്ഥാനും യുഎസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ മാറാൻ ഒരിക്കലും പോകുന്നില്ല. അത് ജിഹാദാണ്, അത് ഇസ്ലാമിന്റെ പേരിൽ രൂപം കൊണ്ട ഒരു രാജ്യമാണ്. നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതാണ് അവരുടെ പ്രശ്നം. പക്ഷേ ഈ പ്രശ്നം നമുക്ക് അവരുമായി എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അത് അവസാനിക്കാൻ പോകുന്നില്ല. ആണവ ഭീഷണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണവ ഭീഷണി അദ്ദേഹം തള്ളിക്കളഞ്ഞു. കോണിൽ ഒതുക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെയാണത്, അത് വലിയ ബഹളം ഉണ്ടാക്കും. ഒരു മൂലക്കാക്കി വെച്ച കുട്ടിയെ പോലെയാണ്. ഒരു ആണവ ബട്ടൺ അമർത്താൻ മാത്രം ഭ്രാന്തനായ ഒരാൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാൾ ബട്ടൺ അമർത്തിയിട്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരാളുണ്ട് എന്ന് കരുതുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്ന അപ്പോഴും അദ്ദേഹം മറുപടി പറയാത്ത, അതായത് ഭീകരന്മാരുടെ കയ്യിൽ ഇത് എത്താൻ വലിയ താമസമൊന്നുമില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഉണ്ട് എന്നാൽ ഇപ്പം അറ്റ് പ്രസന്റ് അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നില്ല. അതെ, ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പം US പാക് ബന്ധം ഒരു താൽക്കാലിക ഘട്ടം മാത്രമാണെന്നും ഇരുവശവും അവരുടെ താല്പര്യങ്ങൾ തേടുകയാണെന്നും സമയം പോകുമ്പോൾ അത് പൂജ്യത്തിലേക്ക് വരും, പഴയ അവസ്ഥയിലേക്ക് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ദക്ഷിണേഷ്യയിലെ അസ്ഥിരതയൊക്കെ അഫ്ഗാൻ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബംഗ്ലാദേശും നേപ്പാളും മ്യാൻമറും മാലദ്വീപും പാകിസ്ഥാൻ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അസ്ഥിരത അത് യാദൃശികമല്ല. അത് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പിന്തുണയും ഉപദേശവും ഒക്കെ ഉണ്ട്. പുറത്തു നിന്നുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവാതെ വേറൊരു വഴിയുമില്ല. ഡീപ് സ്റ്റേറ്റ് ഒക്കെ പോലുള്ള ജോർജ് സോറസ് ഒക്കെ പോലുള്ള ആളുകളുടെ ഇടപെടൽ ഇവിടെയാണ് ശ്രദ്ധേയമാകുന്നത്. ഇപ്പൊ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. അതാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് പ്രധാന സ്രോതസ്. അതെ, അപ്പൊ ഫണ്ടും നേതൃത്വം ഇല്ലാതെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇടപെടൽ എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തണം. ഇതാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. അഫ്ഗാനുമായിട്ടുള്ള ഇന്ത്യയുടെ പുതിയ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വന്തം താല്പര്യത്തിന്റെ പിന്തുടർച്ചയും നടത്തുന്ന ഒരു കളിയായിട്ടാണ് അതിനെ സൂത് വിലയിരുത്തിയത്. പാകിസ്ഥാനെ ഒതുക്കാനുള്ള സമയമായി, നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള കളിയാണ്. അമേരിക്കക്ക് സിറിയയിൽ ആ തീവ്രവാദിയെ പ്രസിഡന്റ് ആയിട്ട് ആക്കാമെങ്കിൽ, നിർത്താൻ കഴിയുമെങ്കിൽ നമുക്ക് താലിബാനുമായിട്ടും ഇടപെടാൻ കഴിയുന്നതാണ്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നു. അവിടുത്തെ ഹസ്ബുള്ള തീവ്രവാദിയായിരുന്നു അദ്ദേഹം. അതെ, ഹസ്ബുള്ളയുടെ തീവ്രവാദിയായിരുന്ന ആളിനെയാണ് അവിടെ അതെ അമേരിക്ക പിന്തുണയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കും അതിന് കഴിയും, താലിബാനെ പിന്തുണയ്ക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് താലിബാനുമായി ഇടപെടാൻ കഴിയും. തന്ത്രപരമായ താല്പര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ പക്ഷത്തുണ്ടായിരിക്കുന്നത് നല്ലതുമാണ് ഇപ്പം. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിന്റെ കരിയറിലെ ചില വെല്ലുവിളികളെ കുറിച്ച്, അദ്ദേഹം നേരിട്ട കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വെല്ലുവിളികളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ, ഈ പുസ്തകത്തിൽ അതിൽ വളരെ വിശദമായിട്ടുള്ള വെളിപ്പെടുത്തൽ, ദ ഗ്രേറ്റ് പവർ ഗെയിംസ് വെസ്റ്റേൺ ഡിക്ലൈൻ ടു ഈസ്റ്റേൺ അസെന്റ്, അതിൽ അദ്ദേഹം പറയുന്നുണ്ടാവണം. തീർച്ചയായിട്ടും പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പുസ്തകം വായിക്കണമെന്ന് ഈ റിപ്പോർട്ട് കാണുമ്പോൾ തീർച്ചയായും തോന്നുന്നുണ്ട്. ഇന്ത്യ സ്വീകരിക്കേണ്ട വെല്ലുവിളികളും അത് നേരിടാനുള്ള തന്ത്രങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ചയാണ് ഒരു എക്സ് സ്പൈ, റോയുടെ മുൻ മേധാവി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ അദ്ദേഹം ഇതിനെ സമീപിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ പുതിയ ആയുധം, ഇന്ത്യ കളിക്കേണ്ട ദീർഘകാലത്തെ ഒരു ഗെയിം, ആ ഗെയിം നമ്മൾ കളിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുമ്പോൾ മാഷെ ഒരു കൗതുക വാർത്തയും കൂടെ പറയും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ഉണ്ടല്ലോ, സുരക്ഷാ സെക്രട്ടറി അജിത് ഡോവൽ ഇതുപോലെ ഒരു സ്പൈ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഒരിക്കലും കൺഫേം ചെയ്തത്. പാകിസ്ഥാനിൽ പോയി താമസിച്ചു. അവിടുത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു നയ രൂപീകരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിലെ ISI ഉണ്ടല്ലോ, അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തിനെ അവിടുന്ന്
മാറ്റിക്കൊണ്ട് പോയിട്ട് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്തു വിട്ടു. അവർ തിരിച്ചറിഞ്ഞു വേറൊരു അപരനാമധേയത്തിലാണ് അദ്ദേഹം അവിടെ പോയിരുന്നത്. അവിടെ പങ്കെടുത്തതും അല്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നൊരു വാർത്ത പരക്കുന്നുണ്ട്. ആയിരുന്നു അദ്ദേഹം എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല. ഭൂമിയുടെ പിന്നെ അടിയിൽ നടക്കുന്ന കാര്യങ്ങളെ പോലെയാണ് ഈ ടെക്ടോണിക് പ്ലേറ്റുകളൊക്കെ നീങ്ങുന്ന ആ ആഴത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ പോലെ. എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തത് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്നാലും ഈ വാർത്ത വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്, വളരെ ഗൗരവത്തോടെ വായിക്കേണ്ടതാണ്. നമ്മൾ വായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ യന്ത്രം ചലിപ്പിക്കുന്നവരും ഇത് ശ്രദ്ധിക്കേണ്ടവരാണ്. ഗെയിം കളിക്കുന്നവർ പഠിച്ചിരിക്കേണ്ട ഒരു പാഠങ്ങളാണ് ഒരു കോച്ചിനെ പോലെ, വിദഗ്ധനായ ഒരു കോച്ചിനെ പോലെ അദ്ദേഹം നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.